പ്രതിഷേധം കൊണ്ട് ഉള്ളിൽ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് ചിരിച്ച മുഖത്തോടെ പൊങ്കാലിടും. ഞങ്ങൾ ഇന്ന് സമരത്തിൽ വന്നിട്ട് 32 ദിവസമായി. ഇതുവരേക്കും നമ്മുടെ പിണറായി സർക്കാരിന് ഒരു മനസ്സലിവ് ഇതുവരേക്കും തോന്നിയിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആശാ വർക്കർമാർ കുറച്ചുപേര് ഇവിടെ പൊങ്കാലിടാൻ വേണ്ടി തീരുമാനിച്ചത്. ഞങ്ങൾ എല്ലാ വർഷവും ആറ്റുവല്ലമ്മ നടയിലാണ് ഇടുന്നത്, പരിസരത്താണ് ഇടുന്നത്. ഇപ്രാവശ്യം ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ സമരവും പൊങ്കാലയും ഒരുമിച്ച് ആണ്. ഞങ്ങളുടെ പൊങ്കാല കഴിയുന്നതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥന. പരിഹരിക്കണം സാറേ. ഞങ്ങൾക്ക് ഇത്ര വർഷം 32 ദിവസം കൊണ്ട് ഞാൻ രാപ്പകൽ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ പൊങ്കാല ഇട്ടിട്ടില്ല, ഇപ്പോഴും ഞാൻ പൊങ്കാല ഇടുന്നില്ല ഇവിടെ. പക്ഷേ പൊങ്കാല ഇടുന്ന ആശാവർക്കർമാരാണ് ഈ സമര സ്ഥലത്തുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ പൊങ്കാലയ്ക്കായിട്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരിടട്ടെ എന്ന് വിചാരിച്ച് അതിനുള്ള കാര്യങ്ങളെല്ലാം. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സമരം പൊളിക്കാനുള്ള സർക്കാരിന്റെയും CPM-ന്റെയും CITU-വിന്റെയും തന്ത്രങ്ങൾ മറികടന്ന് ആശമാരുടെ പ്രതിഷേധം 32ാം ദിവസത്തിലും തുടരുന്നു. കേന്ദ്ര ധനമന്ത്രി ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടും ആശമാരുടെ തുച്ഛമായ വേതനത്തിന്റെ കാര്യം മുഖ്യമന്ത്രി മിണ്ടിയോ? കേന്ദ്രത്തെ അറിയിച്ചെങ്കിൽ അങ്ങനെ പറയണം. കേന്ദ്രം ആശമാർക്കുള്ള കഴിഞ്ഞ വർഷത്തെ ഇൻസെന്റീവ് തരാത്തതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ നിരുത്തരവാദ നിലപാടെന്ന് ഇതിനകം വ്യക്തമായിട്ടും ആശമാരുടെ വേതനം കൂട്ടാൻ ഞങ്ങളാണ് രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തുന്നതെന്ന് മേനി പറച്ചിൽ തുടരുകയാണ്. വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ആശമാർക്ക് പിന്തുണയുമായി എത്തുമ്പോൾ അവരുടെ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടി അവകാശ സമരത്തെ CPM കളിയാക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആശമാരെ മറന്നോ മുഖ്യമന്ത്രി? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരത്തിന് നേതൃത്വം വഹിക്കുന്ന ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VK സദാനന്ദൻ, ഒപ്പം BJPയെ പ്രതിനിധീകരിച്ച് ശ്രീ ഉല്ലാസ് ബാബു, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, പൊതുപ്രവർത്തകൻ ശ്രീ MK ഹരിദാസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ VK സദാനന്ദൻ, 32ാം ദിവസവും തുടരുകയാണല്ലോ ആശമാരുടെ സമരം. എന്താണ് ഇനി മുന്നോട്ടുള്ള ഈ സമരത്തിന്റെ രീതികൾ? സെക്രട്ടേറിയറ്റ് വളയൽ ഉണ്ടാകുമല്ലോ തിങ്കളാഴ്ച. ഏതെങ്കിലും രീതിയിലുള്ള ആശയവിനിമയം നടക്കുന്നുണ്ടോ ഇപ്പോൾ? ആരെങ്കിലും സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും അങ്ങനെ ഒരു സംസാരം ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി വരുന്നുണ്ടോ? ഇല്ല, ഇതുവരെ അത്തരമൊരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് ഗവൺമെന്റിൽ നിന്നും യാതൊരു നീക്കവും ഞങ്ങളുടെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. സമരം മുന്നോട്ട് പോവുക തന്നെയാണ്. 32 ദിവസമായി രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുകയാണ്. അത് തുടർന്നും മുന്നോട്ട് പോകും. അതോടൊപ്പം ഈ 17ാം തീയതി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആശാവർക്കർമാർ ഈ ഉപരോധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ 17ാം തീയതി എത്തിച്ചേരും. സമരം തീർച്ചയായിട്ടും ഞങ്ങൾ തുടക്കം മുതൽ തന്നെ മുമ്പോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരമാണ്. അത് നേടിയെടുത്തുകൊണ്ടേ മുന്നോട്ട് സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇന്ന് ഓണറേറിയം 21,000 രൂപയാക്കുക, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ നൽകുക, അതേപോലെ പെൻഷൻ തുടങ്ങിയ ആവശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രധാനമായിട്ടും മുൻപിൽ ഈ സമരത്തിന് ആധാരമായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന മുഖപ്രസംഗത്തിൽ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ആശ സമരത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ്. ഇത്രയും പിന്തിരിപ്പൻ നിലപാട് സ്വീകരിക്കുന്ന BJPയുടെ പ്രതിനിധികളെയാണ് തിരുവനന്തപുരത്ത് ആശമാരുടെ പേരിൽ നടക്കുന്ന സമരത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നത്. കേന്ദ്രത്തിനാണ് ഉത്തരവാദിത്വം എന്നറിയാമായിരുന്നിട്ടും അതെല്ലാം മറച്ചുവെച്ച് സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന്റെ പൊള്ളത്തരം ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വെളിച്ചത്ത് വരുന്നു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് അടിക്കടി ആവശ്യങ്ങൾ മാറ്റുന്നു സമര നേതൃത്വം എന്നാണ്. പക്ഷേ താങ്കൾ പറഞ്ഞ ഈ കാര്യം, ഈ 3 പ്രധാന ആവശ്യങ്ങൾ പറഞ്ഞു, അത് ഈ സമരത്തിന്റെ തുടക്കം മുതൽ ഉള്ളതാണല്ലോ. അപ്പോൾ എന്താണ് ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള നുണപ്രചാരണങ്ങൾ നടക്കുകയാണോ? എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം ഞങ്ങൾ 10ാം തീയതി, ഫെബ്രുവരി 10ാം തീയതിയാണ് സമരം ആരംഭിക്കുന്നത്. അന്ന് തന്നെ ഇവിടെ ഉയർത്തിയിരിക്കുന്ന ബാനറുകൾ ഇവിടെ കാണും. ആ ബാനറുകളിൽ കൃത്യമായിട്ടും ഈ ഡിമാൻഡുകൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല.
ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെയുള്ള ആശാ വർക്കേഴ്സും നിരന്തരം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡിമാൻഡ് ഈ സമരം ശ്രദ്ധിക്കുന്ന ഏവർക്കും അത്രമാത്രം ഹൃദിസ്ഥമായിരിക്കുകയാണ്. ഇതാണ് ഡിമാൻഡ് എന്നുള്ളത്. ഡിമാൻഡിൻ്റെ കാര്യത്തിൽ ഒരവ്യക്തതയുമില്ല. തുടക്കം മുതലുള്ള ഡിമാൻഡുകൾ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡിമാൻഡുകൾ യഥാർത്ഥത്തിൽ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. അതുകൊണ്ട് കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡിൻ്റെ ന്യായയുക്തത കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം 233 രൂപയ്ക്ക് ജോലി ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്ന ആശാവർക്കർമാരുടെ തൊഴിൽ സാഹചര്യത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിന് ഇത്രയധികം പിന്തുണ ഉണ്ടായിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ തൊഴിലാളി സമരമായി ഈ സമരം മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ എന്നിട്ടും ദേശാഭിമാനി താങ്കൾ പറഞ്ഞതുപോലെ ഇന്നത്തെ മുഖപ്രസംഗം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തിനാണ് ഇത് പറയുന്നത് അറിയില്ല. ഡിമാൻഡുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എത്ര അർത്ഥശൂന്യമാണ്, അടിസ്ഥാനരഹിതമാണ് ഈ വാദഗതി എന്ന് ഏവർക്കും മനസ്സിലാവുന്നത്. ഈ സമരം ശ്രദ്ധിക്കുന്ന ഒരാളും ആ വാദഗതിയോട് യോജിക്കില്ല എന്ന് ഞങ്ങൾക്കുറപ്പാണ്. ഇടതുപക്ഷ വിശ്വാസികൾ, പണിയെടുക്കുന്നവർ, അവരെല്ലാവരും തന്നെ ഈ വാദഗതിയെ തള്ളിക്കളയും. പിന്നെ എന്തിനു വേണ്ടി ഇത്തരം ഒരു നുണ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒരേപോലെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ അത്ഭുതകരമാണ്. അത് എന്തായാലും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ വിശ്വാസികളും പണിയെടുക്കുന്ന ആളുകളും ഈ വാദഗതിയെ, ദേശാഭിമാനിയുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇന്നത്തെ വാദഗതിയെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമരം അത്രമാത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ഇത്രയധികം ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന, ഇത്രയധികം ബുദ്ധിമുട്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 18 വർഷമായി സർക്കാരിന് വേണ്ടി, സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാർ. അവരോടൊരല്പം കനിവ്, അല്പം ദയ കാണിക്കേണ്ട സന്ദർഭമാണിത്. അവർ വേറൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പണിയെടുത്തതിന് ഒരു മതിയായ കൂലി തരുമെന്നാണ്. കേരളം പോലുള്ള ഇത്രയും ജീവിത നിലവാരം ഉയർന്നിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ 233 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കേണ്ടി വരിക എന്നുള്ളത് എത്ര കഷ്ടമാണ്. മിനിമം കൂലി എത്രയാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കേരളത്തിൽ മിനിമം കൂലി പ്രഖ്യാപിച്ചിരിക്കുന്നത് 700 രൂപയാണ്. ഇന്ന് ഭരിക്കുന്ന ഇടത് ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവരെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 700 രൂപയാക്കണം, സ്കീം വർക്കേഴ്സിൻ്റെ മിനിമം കൂലി 700 രൂപയാക്കണം, അത് കൊടുക്കും എന്ന് അതിൽ വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ആ വാഗ്ദാനം തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ വാഗ്ദാനം നടപ്പിലാക്കുമെന്നാണ് പറയുന്നത്. ശരി, അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, എന്തിനാണ് ഈ വനിതകളെ ഇങ്ങനെ വെയിലത്ത് നിർത്തുന്നത്? കഴിഞ്ഞ 32 ദിവസമായി ഇവർ രാപകൽ സമരം നടത്തുകയാണ് ഭരണസ്ഥിരാ കേന്ദ്രത്തിന് മുന്നിൽ. അനുഭാവപൂർണമായ ഒരു നിലപാടും എടുക്കാൻ പറ്റില്ലെന്നില്ല എന്ന് മാത്രമല്ല, അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. അവർക്ക് പിന്തുണയുമായി ഇത്രയും സംഘടനകളും പാർട്ടികളും ഒക്കെ വരുമ്പോൾ അതാത് രാഷ്ട്രീയ പാർട്ടികളുമായി കൂട്ടിക്കെട്ടി അപഹസിക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇടതുപക്ഷ ഗവൺമെന്റിന് ഇത്തരത്തിൽ സ്ത്രീകളെ സമരത്തിലേക്ക് തള്ളിവിടാനുള്ള എന്ത് ചേതോവികാരമാണുള്ളത്? ഇവിടെ കേന്ദ്രത്തെ കുറ്റം പറയുമ്പോൾ അത് അർത്ഥശൂന്യമാണ് എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞു. നേരത്തെ ഈ ഇൻസെന്റീവിന്റെ കാര്യം മാത്രമാണ് കേന്ദ്രത്തിനെതിരെ പറയാനുള്ളത്. അതിൽ തന്നെ എന്തുകൊണ്ടാണ് ഒരു സാമ്പത്തിക വർഷം ഇൻസെന്റീവ് കിട്ടാതിരുന്നത് എന്നതും ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. അത് കേരളത്തിന്റെ നിരുത്തരവാദപരമായ നിലപാട് കാരണമാണെന്ന്. എന്നിട്ടും ഇങ്ങനെ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ ആശാ വർക്കേഴ്സിനെ, അവരെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുന്ന സമയത്ത് BJP രാഷ്ട്രീയവുമായി അവരെ കൂട്ടിയിണക്കി പറയുന്നു. അവരുടെ ഈ സമര നേതൃത്വത്തെക്കുറിച്ച് പറയുമ്പോൾ SUCയുമായിട്ട് കൂട്ടിയിണക്കി പറയുന്നു. ഇത് ഭൂഷണമല്ല സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരിന്. അഡ്വക്കേറ്റ് ബൽദേവ്, കേൾക്കാമോ?
ശ്രീ എം കെ ഹരിദാസ്, ഈ സമരം എങ്ങനെ തീർക്കാം എന്നതിനെ പറ്റി ആർക്കും ഒരു ഊഹവും ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഇടപെടാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്ങനെ പരിഹരിക്കാമെന്ന് ആർക്കും ഒരു ഊഹവും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഈ സമരത്തെ അപഹസിക്കുന്ന രീതിയിലേക്ക് പോലും ആയിത്തീരുകയാണ്. അപഹസിക്കുന്നത് CPM-ഉം CITU-വും ആരോഗ്യമന്ത്രിയും ഒക്കെയാണ്. അത് ഏറ്റവും വലിയ നാണക്കേടായി പോയി. ഈ പാവപ്പെട്ട സ്ത്രീകളെ അപഹസിക്കും വിധത്തിലുള്ള പാട്ടകുലുക്കി നടന്നിരുന്നവരാണ്. അതുമാതിരി തന്നെ അങ്ങനെ നമ്മൾ പറയില്ലേ, നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക ചുറ്റുപാടിന് ചേരാത്ത വിധത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ഇത്തരം ഒരു സമരം നടത്തുന്നവരെ അപഹസിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. എന്റെ അഭിപ്രായത്തിൽ എനിക്കിപ്പോൾ 65 വയസ്സുണ്ട്. ഞാനൊരു 10-15 വയസ്സ് മുതൽ ഇത്തരം സമരങ്ങളൊക്കെ ഒരുപാട് സമരങ്ങൾ കേരളത്തിൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് ഹർത്താലുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ആവശ്യകതയുള്ള ഒരു സമരം, ഒരു 10% സമരങ്ങൾ മാത്രമാണ് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഒരു ആവശ്യകതയുള്ള സമരങ്ങളെങ്കിൽ അതിൽ അങ്ങേയറ്റം ആവശ്യകതയുള്ള ഒരു വിഷയമാണ് ഇവർ മുൻപോട്ട് വയ്ക്കുന്നത്. 233 രൂപയ്ക്ക് ഒരു കുടുംബം കഴിഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നത്, 1000 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്ന ഒരു മന്ത്രിയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിരോധാഭാസം. 10-16 ഐറ്റംസ് കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു മന്ത്രിക്ക് 233 രൂപയ്ക്ക് ഒരു കുടുംബം കഴിയാനുള്ള വരുമാനമൊക്കെ ആയില്ലേ എന്ന് പറയുന്നത്, 500 രൂപയുണ്ടെങ്കിൽ സുഖമായിട്ട് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാൻ കഴിയാത്ത കേരളത്തിന്റെ സാമൂഹിക ചുറ്റുപാടിലാണ് ഇത്തരത്തിൽ ഇവരെ അവഹേളിച്ചുകൊണ്ട് ഈ മന്ത്രിമാരും അതുമാതിരി തന്നെ CITU-വിന്റെ നേതാക്കളും CPM-ന്റെ മറ്റു നേതാക്കളും പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം കിട്ടാത്തതാണ് ഇവരുടെ പ്രശ്നങ്ങൾ സെറ്റിൽമെന്റ് ചെയ്യാത്തത് എന്നുള്ള വാദം ഇന്നത്തോടു കൂടി പൊളിഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ NHM-ന്റെ ഫണ്ട് കൃത്യമായി കൊടുത്തതിന്റെ വിവരണങ്ങളും അതിന്റെ രേഖകളും നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞു. നാഷണൽ ഹെൽത്ത് മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആശാ വർക്കേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ള എല്ലാ ഫണ്ടും കൃത്യമായിട്ട് കേന്ദ്രം വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെ പറഞ്ഞു പൊളിഞ്ഞു കഴിഞ്ഞു. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നാളിതുവരെ നൽകിയിട്ടില്ല എന്നുള്ള വാദത്തിന് ഇന്ന് ദേശാഭിമാനിയിൽ ഇത്രയും കരിവാരി തേച്ചുകൊണ്ട് ഈ പാവങ്ങളെ പറ്റി എഴുതുന്ന ഇവർ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ളതിന് തെളിവിനുള്ള ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ CPM-ന്റെ ഈ ഒരു കളി അങ്ങേയറ്റം മോശമായി പോയി. അങ്ങേയറ്റം താഴേക്കടയിൽ നിൽക്കുന്ന, സമൂഹത്തിന്റെ താഴേക്കടയിൽ സാമ്പത്തികമായി നിൽക്കുന്ന ഈ പാവങ്ങളോട് പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു എന്നുള്ള ഒരു ചൊല്ലിനെ ആസ്പദപ്പെടുത്തിയിട്ടെങ്കിലും ഇത്തരത്തിലൊരു ക്രൂരത ചെയ്തുകൊണ്ട് ഈ സമരം 32 ദിവസം മുൻപോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ മറ്റൊരു ന്യൂനതയായിട്ട് നാളെ നമ്മൾ എല്ലാവരും ചിത്രീകരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും പറയാനുള്ള അവസരമാണ്. ശരി, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത്രയും ദിവസം സ്ത്രീകളുടെ ഒരു അവകാശ സമരത്തെ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. അവിടെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വേണമായിരുന്നു. അഡ്വക്കേറ്റ് ബൽദേവിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ഈ സമരം കൊണ്ട് മറ്റൊരു നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിന് ബോധ്യമായിട്ടുണ്ട് ആശാ വർക്കേഴ്സിന്റെ, അത് കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നത് ഇൻസെന്റീവ് കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ആനുപാതികമായിട്ട് സ്വാഭാവികമായിട്ടും സംസ്ഥാനം കൊടുക്കുന്ന ഇൻസെന്റീവ് എലമെന്റ് അതും കൂടും. പക്ഷേ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഓണറേറിയം കൂട്ടുക എന്നുള്ളതാണ്. ഓണറേറിയം എന്നുള്ളത് സംസ്ഥാന സർക്കാർ കൂട്ടി നൽകേണ്ടതാണ്. പക്ഷേ ആ ഇൻസെന്റീവ് എങ്കിലും കൂട്ടി നൽകി കേന്ദ്രം കനിഞ്ഞാൽ അതനുസരിച്ച് സംസ്ഥാന സർക്കാരിനും ഇവിടെ ഇടപെടാൻ നിർബന്ധിതരായി മാറും. അതെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്യാൻ കേന്ദ്രത്തിന് പറ്റുന്നില്ല. പക്ഷേ കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്ന്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ വന്ന് വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്, ഇവിടെ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരുടെയും അനുഭവപൂർണമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നില്ല. ശ്രീ ഉല്ലാസ് ബാബു, അല്ല മഞ്ജുഷ, അതിനകത്ത് മഞ്ജുഷിന്റെ ചോദ്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള തെറ്റുണ്ട്. കാരണം വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നുള്ളത്. സുരേഷ് ഗോപി ഒരു കാര്യം സമരം പങ്കെടുക്കുന്ന അതിനോട് അല്ലാണ്ട് വീണ ജോർജിന്റെ പോലെ അങ്ങോട്ടും ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബൽദേവ്, ഈ സമരം തീർക്കാൻ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലല്ലോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത്. ഇത് ശരിയല്ല, ഇങ്ങനെ പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ആ കള്ളം പൊളിഞ്ഞിരിക്കുകയാണ്. ഇൻസെന്റീവ് എലമെന്റ് മാത്രമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതെന്തുകൊണ്ട് 2023-24 കിട്ടിയില്ല എന്നതിനുള്ള കാരണവും വെളിയിൽ വന്നിട്ടുണ്ട്. കോ ബ്രാൻഡിങ്ങിന് കേരളം സമ്മതിച്ചില്ല, വൈകിയാണ് സമ്മതിച്ചത്. അതുകൊണ്ട് ആ വർഷത്തെ കിട്ടാതെ പോയി എന്നതാണ്. അത് മാത്രമല്ല, കേന്ദ്ര ധനമന്ത്രി ഇങ്ങോട്ട് വന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയെ കണ്ടതാണല്ലോ.
അവിടെ ഒരു വാക്കെങ്കിലും ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത് വ്യക്തമാക്കാവുന്നതാണ്. വലിയ PR ഉള്ളതാണല്ലോ, വ്യക്തമാക്കാവുന്നതാണ്. അത് വ്യക്തമാക്കാത്ത സ്ഥിതിക്ക് മുഖ്യമന്ത്രി അങ്ങനെ ഒരു സംസാരം ധനമന്ത്രിയുമായി നടത്തിയിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. എന്തുകൊണ്ട് ആശമാരെ മറന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു? ചില സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീ MK ഹരിദാസ്, ഇവിടെ മുഖ്യമന്ത്രി എന്തായാലും ഇക്കാര്യം ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്നാണ്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം ഒരു നിഷേധം ഉണ്ടാകേണ്ടതായിരുന്നു, അങ്ങനെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഈ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു എന്നല്ലാതെ ഔദ്യോഗികമായിട്ട് ഇക്കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ പറ്റുന്നില്ല എന്നല്ലേ കരുതേണ്ടത്? ഞാൻ കേന്ദ്രത്തിന്റെ കാര്യത്തിലേക്ക് വരുന്നതിനെക്കാട്ടിലും മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. ഇവർ ഈ കേന്ദ്ര സർക്കാർ ഒരു 54,200 കോടി രൂപ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ളത് ഒരു 8 മാസം മുമ്പ് 8 മാസം മുമ്പല്ല 2 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിലത്തെ സംസ്ഥാന വിഹിതമായിട്ട് 54,200 കോടി രൂപ കിട്ടാനുണ്ട്. എന്നിട്ട് ഇവർ കലിപ്പ് തീരാതെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്ത് ചെയ്തു? സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. കപിൽ സിബാൽ എന്ന വക്കീലിന് അതിന് കൊടുത്തിട്ടുള്ള ഫീസ് 2,35 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇപ്പൊ ആ കേസ് എന്തായി? അതായത് അത്തരത്തിലുള്ള തെളിവുകൾ ഒന്നും തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഒരു ചായ കുടിച്ചിട്ട് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് 2,35 ലക്ഷം രൂപ വക്കീൽ ഫീസ് കൊടുത്തവരാണ് ഇവർ. അപ്പൊ ഇവര് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ ഈ ആശാ വർക്കേഴ്സിന് കൊടുക്കേണ്ടതായിട്ടുള്ള NHMന്റെ വിഹിതം കിട്ടാനുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ഇനി അതുപോലെ തന്നെ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന്, ഈ കേന്ദ്രത്തിൽ ഈ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയല്ലേ? പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തിന് സംസ്ഥാനത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയാലും ആരോഗ്യ വകുപ്പ് മന്ത്രി ആയാലും അദ്ദേഹത്തിന്റെ താഴെ നിൽക്കുന്നവരല്ലേ? ഈ സമരം നടത്തുന്നവർക്ക് വന്ന് കൊട നൽകുന്നു, അതുമാതിരി തന്നെ ഇന്ന് പൊങ്കാലച്ചോറ് നൽകുന്നു. എന്തുകൊണ്ട് ഈ സുരേഷ് ഗോപി ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിമാരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയായിട്ട് വിടൂ, ഇനി മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് സംസാരിക്കുന്നതിന് വിരോധം ഉണ്ട് എങ്കിലും വിട്ടുകഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ മന്ത്രിമാരുമായിട്ട് ഈ സമരം ഒന്ന് ഒത്തുതീരാൻ വേണ്ടിയിട്ട് ഈ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്നുള്ളതിനെ ഒന്ന് വിരൽ മടക്കാൻ സാധിക്കുമോ? ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു. എല്ലാവരും ഇത്തരത്തിലുള്ള അവരവരുടെ വാദഗതി ഇത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയല്ലാണ്ട് ഈ പാവങ്ങളുടെ ഈ സമരം തീർത്തുകൊണ്ട് അവർക്ക് അവർ ആവശ്യപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കണമെന്നൊന്നും എന്നെപ്പോലുള്ളൊരു സാമൂഹ്യ പ്രവർത്തകന് പറയാൻ പറ്റില്ല. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ട്, നമ്മുടെ ഖജനാവിന്റെ ഉറപ്പിനനുസരിച്ചിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഈ പ്രശ്നം ഒന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്രമന്ത്രിയായിട്ടും ഈ സുരേഷ് ഗോപി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉല്ലാസ് ബാബു അതിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് കട്ടായത്. സംസ്ഥാന സർക്കാരിനാണ് പ്രാഥമിക ഉത്തരവാദിത്തം. കാരണം ഓണറേറിയം എന്നുള്ളത് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് എന്ന് ഒരു വേള മേനി പറഞ്ഞതാണ് സംസ്ഥാന സർക്കാർ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ തന്നെയാണ് ഓണറേറിയത്തിലുള്ള ഉത്തരവ്. പിന്നെ ഇൻസെന്റീവിന്റെ കാര്യമാണ്, അവിടെയാണ് കേന്ദ്ര ഇടപെടലിന്റെ കാര്യം. അതിപ്പോൾ ശ്രീ MK ഹരിദാസ് കൂടി സൂചിപ്പിച്ചതോടെ ഉല്ലാസ് ബാബു അതിനുള്ള മറുപടി. ഞാൻ ആദ്യം മഞ്ജുഷ് പറഞ്ഞ ചോദ്യത്തിനും രണ്ടാമത് ബഹുമാനായിട്ടുള്ള ഹരിദാസ് ജി പറഞ്ഞ ചോദ്യത്തിനും മറുപടി പറയാം. സമയം അനുവദിക്കുമല്ലോ. മഞ്ജുഷ് ചോദിച്ചു, സുരേഷ് ഗോപി വാഗ്ദാനങ്ങൾ മാത്രം കൊടുക്കുന്നു, വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു, സമരപന്തൽ സന്ദർശിക്കുന്നു. സുരേഷ് ഗോപി സമരപന്തൽ സന്ദർശിച്ചിട്ടേ ആ അമ്മമാരുടെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം നിറവേറ്റാനായിട്ട് നല്ല പ്രാപ്തിയുള്ള വ്യക്തിയാണ് ആ കേന്ദ്രമന്ത്രി. ഒരു സംശയം വേണ്ട. വീണ ജോർജിന്റെ പോലെ അത്തപ്പ ഇത്തപ്പ എന്ന് പറയുന്ന തട്ടിപ്പും നുണയും മാത്രം നാവിടുത്ത പറയുന്ന ഒരാളല്ല സുരേഷ് ഗോപി. പറഞ്ഞ കാര്യം കൃത്യമായിട്ട് വെട്ടുപ്പായിട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണ്. എന്താ അദ്ദേഹം പറഞ്ഞ് ഹരിദാസ് പറഞ്ഞതിലൊരു മറുപടിയിലേക്ക് വരുന്നതിനേക്കാൾ മുൻപ് നിങ്ങൾ ചോദിച്ചു ഇൻസെൻറ്റീവിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്ഥാനങ്ങൾക്കും കാര്യങ്ങൾ കൃത്യമായി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. ആ കാര്യങ്ങളിൽ കേന്ദ്രം ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, വീഴ്ചയും വരുത്തിയിട്ടില്ല. എന്താണ് മഞ്ജുഷേ ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ? ഈ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? നിയമസഭയിൽ പച്ച നുണയല്ലേ ആ സ്ത്രീ പറഞ്ഞത്? എന്തടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത്? കേന്ദ്രം തരാനുണ്ട്. ആ സ്ത്രീ അവരുടെ പാർട്ടി യോഗത്തിൽ മൈക്കിന് മുമ്പിൽ പ്രസംഗിച്ചത് ഓർമ്മയുണ്ടോ മഞ്ജുഷ്? എന്താണെന്ന് അറിയാമോ? ഇവിടെ ബ്രാൻഡിങ് വേണമെന്ന് പറഞ്ഞു.
ആ ബ്രാൻഡിങ് വേണമെന്ന് പറഞ്ഞ സമയത്ത് അത് നടക്കില്ലെന്ന് ഞാൻ അങ്ങ് എഴുതി വിട്ടിട്ടുണ്ട് എന്ന് ഇരിഞ്ഞാലക്കുടയിലെ ഒരു ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ട പേരുമായി ബന്ധപ്പെട്ട് ഇവർ പ്രസംഗിച്ച് വലിയ തగ్గടിച്ച് നടന്നിരുന്നതല്ലേ. അങ്ങനെ ഇവർ ചെയ്യേണ്ട പ്രവൃത്തി കൃത്യമായി ചെയ്യാതെ സ്വാഭാവികമായിട്ടൊരു കേന്ദ്രത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കാതെ ഒരു വർഷത്തെ പൈസ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട അമ്മമാർക്ക് അർഹതപ്പെട്ട പൈസ നഷ്ടപ്പെടുത്തിയ കഴിവുകെട്ട ഒരു സ്ത്രീയാണ് ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രി. അവർ നിയമസഭയിൽ പ്രസംഗിക്കാറുണ്ടല്ലോ, സാർ കപ്പിത്താനുണ്ട്, സാർ കപ്പിത്താനുണ്ട്. സ്വന്തം മന്ത്രിസഭയുടെ ഒരു പേപ്പർ ബോട്ട് ഓടിക്കാൻ പ്രാപ്തിയില്ലാത്ത സ്ത്രീയാണ് ഈ പറയുന്നത്. കപ്പിത്താനുണ്ട് ക്യാബിനറ്റിന്, അതും കൊണ്ട് നടക്കുകയാണ്. കേരളം എന്ന് പറയപ്പെടുന്ന ഈ സംസ്ഥാനത്തിനകത്ത് നുണകൾ മാത്രം പറഞ്ഞ് കേന്ദ്രത്തിലോട്ട് ഇങ്ങനെ അലക്കി വിടുന്ന ഒരു പ്രവൃത്തിയായിരുന്നു കാലം ഇത്രയും നടന്നിരുന്നത്. ഇന്ന് അത് പൂർണ്ണമായിട്ട് തകർന്നിരിക്കുക. എന്താ കാരണം? കേന്ദ്രം കൃത്യമായിട്ട് കണക്ക് കൊടുത്തിരിക്കുന്നു. ₹1 കൊടുക്കാനില്ലോ മഞ്ജുഷേ, എന്നോട് തർക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കേന്ദ്രം താങ്കൾ പറഞ്ഞു ശരിയാണ്. ഇക്കാര്യത്തിൽ 2023-24 വർഷത്തിലാണ് ഈ പറയുന്ന ഇൻസെന്റീവ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തത്. അതിന് കാരണം എന്ന് പറയുന്നത് താങ്കൾ പറയുന്ന പോലെ ഈ കോ ബ്രാൻഡിംഗ് കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉടക്കിയതാണ്. അത് മാത്രമല്ല ജൂണിൽ 2024 ജൂണിലാണ് കോ ബ്രാൻഡിംഗ് സംബന്ധിച്ചത്. പക്ഷെ അവിടെയും ഒരു കാര്യം ആ പണം വേണമെങ്കിൽ റിലീസ് ചെയ്യാവുന്നതാണ് കേന്ദ്രത്തിന്. പക്ഷേ കേരളത്തിൽ നിന്ന് ആ രീതിയിലുള്ള ആവശ്യപ്പെടലുണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്ര ധനമന്ത്രി മുഖ്യമന്ത്രിയെ ഇങ്ങോട്ട് വന്ന് കണ്ടിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് അതിനുള്ള ഒരു ആവശ്യം അങ്ങോട്ട് ഉണ്ടായില്ലേ എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്. അല്ല മഞ്ജുഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 8ാം ക്ലാസ്സിൽ പഠിക്കണം നമ്മൾ. 9ാം ക്ലാസ്സിലെ മുഴുകൊല്ല പരീക്ഷയ്ക്ക് 8ാം ക്ലാസ്സിലെ മുഴുകൊല്ല പരീക്ഷ എഴുതിക്കോളാം, എന്നെ ഒന്ന് പാസ്സാക്കി വിടെന്ന് പറഞ്ഞാൽ നടക്കുമോ? കഴിഞ്ഞ വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ, കഴിഞ്ഞ വർഷം അലോക്കേഷൻ നഷ്ടപ്പെട്ട ഫണ്ട് ഈ ബഡ്ജറ്റിൽ നിന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? സാധ്യമാവുക? എന്തായിരുന്നു കുഴപ്പം? എന്താ ഇവർക്ക് അത് ചെയ്യാൻ കുഴപ്പമുണ്ടായിരുന്നേ? ഇവരുടെ ധിക്കാരും തെമ്മാടിത്തരവും അല്ലായിരുന്നല്ലേ CPM സർക്കാരിന്റെ? എന്നിട്ട് ഇപ്പൊ കിടന്ന് മോങ്ങിയതിന്റെ അടിസ്ഥാനം എന്താണ്? പൊതുസമൂഹത്തിന് മുമ്പിൽ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. പൊതുസമൂഹത്തിൽ കോൺഗ്രസ് ഉത്തരവാദിത്തമുണ്ട് മഞ്ജുഷ, ഇതിനകത്ത് പ്രതിപക്ഷ പാർട്ടിയായിട്ടിരുന്നല്ലേ. കോൺഗ്രസ് ഇന്നുവരെ ഈ വിഷയം ചോദിച്ചിട്ടുണ്ടോ? മഞ്ജുഷ, നിങ്ങൾ മറക്കരുത്, PM ആവാസ് യോജനയുടെ ഭാഗമായിട്ട് അർബൻ ആവാസ് യോജന ഇവർ ഒപ്പിട്ടിട്ടില്ല മഞ്ജുഷ. 70 വയസ്സ് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ഇൻഷുറൻസ് കിട്ടുന്ന ഒരു സാധാരണക്കാരുടെ പദ്ധതി പ്രഖ്യാപിച്ചതിലെ കാലം ഇന്ന് വരെ ഈ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടിട്ടില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇത് അക്ഷയ സെന്ററിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ അവർക്ക് അപ്പുറത്തുള്ള ഇൻഷുറൻസ് പദ്ധതി കിട്ടില്ല. ഇങ്ങനെ എത്ര പദ്ധതികൾ നടന്നറിയോ ഇവർ ഒപ്പിടാതിരിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയിൽ നിന്ന് ഈ സംസ്ഥാന സർക്കാർ പിൻവാങ്ങുന്നത്? എന്താണ് ഇവർ അതിന് ഉന്നയിക്കുന്ന വിഷയം? കേന്ദ്ര സർക്കാരിന്റെ ചില കാര്യങ്ങൾ ഇവർ നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ ബ്രാൻഡിംഗ് സാധിക്കില്ല, കോ ബ്രാൻഡിംഗ് സാധിക്കില്ല എന്നോ? അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടാൻ അവകാശമുള്ള എല്ലാ അവകാശങ്ങളെയും ഹനിക്കുന്ന പ്രവൃത്തിയല്ലേ കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത്? മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ച ഏത് വിഷയമാണ് അനുഭാവപൂർവ്വം പരിഗണിക്കാതിരുന്നത്? ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? CNAG റിപ്പോർട്ട് ഉണ്ടല്ലോ ശ്രീ മഞ്ജുഷേ, എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രീം കോടതിയിൽ പോയത്? സുപ്രീം കോടതിയിൽ കടമെടുപ്പ് പരിധി കൂട്ടണം, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി കൊടുത്തതിനു ശേഷം വീണ്ടും ശമ്പളവും പെൻഷൻ കൊടുക്കാൻ മാത്രമല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ടും ഇവർ ഇൻസെന്റീവിന്റെ കാര്യത്തിൽ ഞാൻ താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് ശ്രീ ഉല്ലാസ് ബാബു. അല്ല, ഈ കോ ബ്രാൻഡിങ്ങിന്റെ കാര്യത്തിൽ ശരിയാണ്, സംസ്ഥാന സർക്കാർ അതിൽ വീഴ്ച വരുത്തുകയുണ്ടായി. ആദ്യം കോ ബ്രാൻഡിംഗ് പറ്റില്ല എന്ന് പറഞ്ഞു, പിന്നീടാണ് അത് പറ്റുമെന്ന് സമ്മതിച്ചത്. പക്ഷെ ഞാൻ ചോദിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഇൻസെന്റീവ് ഇനി കൂട്ടിയാൽ മാത്രമേ ആശാ വർക്കേഴ്സിന് അത് ഉപകാരപ്രദമാവുകയുള്ളൂ. കാരണം ഇപ്പോൾ 3000 രൂപ എന്നുള്ളതാണ് ഫിക്സഡ് ഇൻസെന്റീവ്. അതിൽ 1800 രൂപ കേന്ദ്രത്തിൻ്റെതാണ്. അതിൽ മാറ്റം വരുത്തേണ്ടി വരും. അത് വർഷങ്ങളായിട്ട് അതിൽ മാറ്റം ഉണ്ടാകുന്നില്ല. പിന്നെ ഒരു 3000 വേരിയബിൾ ഇൻസെന്റീവ്, അതും 1800 രൂപയാണ് പരമാവധി കേന്ദ്രം നൽകേണ്ടത്. 1200 രൂപ പരമാവധി സംസ്ഥാന സർക്കാർ നൽകുന്നു. അത് വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ, ആരോഗ്യമന്ത്രി അവകാശപ്പെടുന്നത് 7000 ഓണറേറിയം പ്ലസ് 1200 ഫിക്സഡ് ഇൻസെന്റീവ് പ്ലസ് 1200 വേരിയബിൾ ഇൻസെന്റീവ്, അങ്ങനെ 9400 രൂപ വരെ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അവിടെ കേന്ദ്ര സർക്കാർ നൽകുന്നത് 3600 രൂപ പരമാവധി നൽകുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ 3600 എന്നുള്ള ഇൻസെന്റീവ് ഉണ്ടല്ലോ കേന്ദ്രത്തിന്റെ, അതിലൊരു വ്യത്യാസം വരുത്തുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമല്ലോ. കേരളത്തിന് മാത്രമായി പറ്റില്ല, മറ്റു സംസ്ഥാനങ്ങൾക്കും അതിന്റെ ഗുണം നൽകേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതാണല്ലോ പാർലമെന്റ് സമിതി കണ്ടെത്തിയിരിക്കുന്നത്. തുച്ഛമായി ഈ പൈസ കൊണ്ട് 2 നേരത്തെ ഭക്ഷണം പോലും ഇവർക്ക് കഴിക്കാൻ പറ്റില്ല എന്ന്. അല്ലല്ലോ, അതെ, അതാണ് മഞ്ജുഷേ, അത്
മഞ്ജുഷ കൃത്യമായിട്ട് കേന്ദ്ര ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ JP നഡ്ഡാജി അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുള്ള പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. കേന്ദ്ര സർക്കാർ അത് 100% പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി, ബഹുമാനായ സുരേഷ് ഗോപി പറഞ്ഞില്ലേ, കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് DBT സിസ്റ്റം നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോ. അദ്ദേഹം പറഞ്ഞ കാര്യം DBT സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം കൂടി ഞാൻ അതാണ് വേണ്ടത്. കാരണം അങ്ങനെയാണെങ്കിൽ തർക്കം വരികയില്ല. കേന്ദ്രത്തിന്റേത് കേന്ദ്രം നേരിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നടക്കാൻ പോവുകയാണ്. അത് സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഞ്ജുഷേ സുരേഷ് ഗോപി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ നല്ല നട്ടലുള്ള കേന്ദ്രമന്ത്രി തന്നെയാണ് സുരേഷ് ഗോപി. അത് നടപ്പിലാക്കുകയും ചെയ്യും. വീണ ജോർജിന്റെ പോലെയുള്ള തട്ടിപ്പും മത്തങ്ങയും ഒരു ബ്ലഡ് കലർന്ന പോലുള്ള ശൈലിയല്ല. ഒരു കാര്യം മഞ്ജുഷയോട് പറഞ്ഞോട്ടെ, ഈ ആശാ അമ്മമാരെ കുറിച്ച് CITU നേതാവ് ഓന്റെ വർത്തമാനം എന്തായിരുന്നു? ഓന്റെ വർത്തമാനം നിങ്ങൾ മഞ്ജുഷ സാധാരണക്കാർ അംഗീകരിക്കോ? ഓന്റെ വീട്ടിലെ സംസ്കാരം ചിലപ്പോൾ അതായിരിക്കാം. സുരേഷ് ഗോപി അവിടെ സന്ദർശിച്ചപ്പോ എന്തത്ര വിഷമം, എന്താ കോൺഗ്രസ്സുകാർക്ക് എത്ര വിഷമം, എന്താ കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്ര കുഴപ്പം? സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിക്ക് ആശാ അമ്മമാരുടെ സമരം നടക്കുന്ന സ്ഥലത്ത് പോയി ചെല്ലാനും അവിടെ അവർക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഉത്തരവാദിത്വമുണ്ട്. അത് അദ്ദേഹം നടപ്പിലാക്കുന്നു. അതിനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ട്. അത് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എന്താ അവകാശം? എന്താ അതിന് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവർക്ക് പറയാനുള്ളത്? അതിനും മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞ് CITU നേതാവ് എന്താ പറഞ്ഞത്? ഈ അമ്മമാരെ കുറിച്ച് അവന്റെ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ സംസ്കാരം ഉണ്ടാകാം, പക്ഷേ ഈ പൊതുസമൂഹത്തിലെ അമ്മമാരെ കുറിച്ച് എന്തെല്ലാം മോശത്തരം പറഞ്ഞു. ഇന്ന് ദേശാഭിമാനി എന്തെല്ലാം എഴുതി. അവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരിങ്ങനെ സൈറൻ ഇട്ട് നടക്കണം, ആംബുലൻസിന്റെ സൈറൻ പോലെ. കാരണം അവർ പെട്ടു. അവരെ സംബന്ധിച്ച് പറഞ്ഞ നുണകളൊക്കെ ഇങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. കേന്ദ്ര സർക്കാർ കൊടുത്ത ഓരോ പൈസയും വഴിമാറ്റി ചെലവഴിക്കുന്ന ഒരു വലിയ മന്ത്രിയായിട്ട് കേരളത്തിലെ ധനകാര്യ വകുപ്പും മറ്റു മന്ത്രിമാരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അത് പാർലമെന്റിൽ വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ സമയത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP-മാർ, കോൺഗ്രസിന്റെ MP-മാർ. അങ്ങനെ തെറ്റായിരുന്നുവെങ്കിൽ അവകാശം അങ്ങനത്തെ ഇവർക്ക് നോട്ടീസ് കൊടുക്കാമായിരുന്നില്ലേ? ഇവർ കൊടുത്തോ? എന്താ പ്രേമേന്ദ്രൻ ഇവിടെ പ്രസംഗിച്ചത്? അദ്ദേഹം കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലേക്ക് ഇടണ്ട, കേന്ദ്രം ചെയ്യാനുള്ള കാര്യം കൃത്യമായി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിന്റെ ഡെവലപ്മെന്റുകൾ ഏതെങ്കിലും ഒന്നിൽ ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ടോ? താങ്കളുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു. സുരേഷ് ഗോപി ഇവിടെ വന്നിട്ട് കാര്യമില്ല, ആശമാരുടെ സമരം തീർക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ശ്രീ MK ഹരിദാസ് താങ്കൾ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടിയാണ് ശ്രീ ഉല്ലാസ് ബാബു ഇവിടെ നൽകിയത്. അതിൽ ഈ പറയുന്ന ഇൻസെന്റീവിന്റെ കാര്യത്തിൽ ശ്രീ ഹരിദാസ് 2023-24 വർഷം ഈ NHM-ന് തന്നെ ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ 636.88 കോടി രൂപ കേന്ദ്രം നൽകിയിട്ടില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇതൊന്ന് ദേശാഭിമാനിയിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൽ 100 കോടി ആശമാരുടെ ഇൻസെന്റീവ് ആണെന്നാണ്. പക്ഷേ ഇതിന് കാരണക്കാരാരാണ്? 2023-24 കോ ബ്രാൻഡിങ്, അതായത് ലോഗോ വയ്ക്കുന്ന കാര്യത്തിലും കേന്ദ്ര ലോഗോ വയ്ക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ ആ പേരിനൊപ്പം തന്നെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ചേർക്കുവാനുള്ള വിമുഖത കാട്ടുകയായിരുന്നു സംസ്ഥാന സർക്കാർ. അങ്ങനെ വെച്ചെന്ന് വെച്ച് എന്താണ് കുഴപ്പം? കേന്ദ്ര ഫണ്ട് നൽകുന്നതല്ലേ, അപ്പോൾ കേന്ദ്ര ലോഗോ അതിൽ വേണമായിരുന്നുവല്ലോ. അത് മാത്രമല്ല, പിന്നീട് വൈകിയാണെങ്കിലും ആ തീരുമാനമെടുത്തു. ഞങ്ങൾ എന്താണ് എഴുതാൻ പറ്റില്ലെന്ന് ശരിയാണ് അങ്ങോട്ട് അറിയിച്ചു. അങ്ങനെ എഴുതാൻ പറ്റില്ലെന്ന് പരസ്യമായ മീറ്റിംഗിൽ പ്രഖ്യാപിച്ച ആരോഗ്യമന്ത്രി കേന്ദ്രത്തിന് അറിയിച്ചാണ് വീണ ജോർജ്. അതെ, സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ MK ഹരിദാസ്, അതുകൊണ്ടാണ് 2023-24 വർഷം ഈ 636.88 കോടി രൂപ നഷ്ടമായത്. ശ്രീ MK ഹരിദാസ്, അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും എന്താ എത്ര സംശയമുള്ളത്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ദുരഭിമാനം ഈ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ഫെഡറൽ സംവിധാനത്തിന്റെ കീഴിലാണ് സംസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ബോധം വേണം. അപ്പൊ അത്തരത്തിലൊരു ബ്രാൻഡിങ്ങിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു ലോഗോ വെച്ചിട്ട് ഇത്തരം ഒരു പ്രശ്നത്തിന്റെ എന്താണോ അതിന്റെ വ്യാപ്തി കുറച്ചുകൊണ്ട് ആ പ്രശ്ന പരിഹാരമല്ല അവർക്ക് പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താ ഈഗോ, അതായത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള, അതിപ്പോ BJP സർക്കാരിന്റെ കാലത്ത് പോകട്ടെ, ഈ ഇടതുപക്ഷം കേരളം ഭരിക്കുന്ന സമയത്ത് എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന ജനങ്ങൾക്ക് നേരിട്ട് കിട്ടേണ്ടതായിട്ടുള്ള എല്ലാ വിഹിതങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് അത്തരത്തിലൊരു ആവശ്യമില്ലാത്തത് കൊണ്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ ഭരണത്തിൽ ഇല്ലെങ്കിലും ഇപ്പൊ നായനാരുടെ ഭരണകാലത്തും അച്യുതാനന്ദന്റെ ഭരണകാലത്തുമുള്ള ശൈലി തന്നെയാണ് ഇപ്പോൾ ഈ പിണറായി വിജയന്റെ കഴിഞ്ഞ 100 മാസത്തെ ഭരണകാലത്ത് ഇവർ ചെയ്തിരിക്കുന്നത്. അത്തരം ഒരു നിസ്സാരമായ ഒരു ബ്രാൻഡിങ്ങിന്റെ പേരിൽ നമ്മൾക്ക് കേരളത്തിലത്തെ ഈ ആശാ
ആശാവർക്കർമാർക്ക് കിട്ടേണ്ട ഇത്രയും വലിയൊരു തുക നഷ്ടപ്പെടുത്തിയെങ്കിൽ ഇതിനേക്കാൾ പിടിപ്പ് കെട്ടൊരു സർക്കാർ കേരളത്തിലുണ്ടോ മഞ്ജുഷെ? ചോദിക്കാതിരിക്കുക എങ്ങനെയാ? ഇനിയിപ്പോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെ നിർമ്മല സീതാരാമൻ അദ്ദേഹത്തെ വന്ന് കണ്ടിരിക്കുകയാണ്. അതിന്റെ എന്താണ് ആ കണ്ടതിന്റെ ഉദ്ദേശശുദ്ധി എന്നതിനെ കുറിച്ചിട്ടൊന്നും ഈ ചർച്ചയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് വന്ന് കണ്ടിട്ട് ഈ പാവപ്പെട്ട ഈ സ്ത്രീകളുടെ ഈ സമരത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും ആത്മാർത്ഥത ഇതൊന്ന് തീർക്കണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് ഇത് കൃത്യമായിട്ട് ഈ കണക്കുകൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയല്ലേ, അവർക്ക് എടുക്കാവുന്ന തീരുമാനമല്ലേ? കാരണം അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഒരു സ്ത്രീയുടെ വേദന എന്താണ്. 233 രൂപയ്ക്ക് കേരളത്തിലെ ഒരു മനുഷ്യർക്കും ഒരു വേണമെങ്കിൽ ഒരു നാൽക്കാലികൾക്ക് പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ കമ എന്ന് ഈ സ്ത്രീകളുടെ ഈ പാവപ്പെട്ട ആശമാരുടെ പ്രശ്നത്തെ കുറിച്ചിട്ട് ഇന്നലെ സംസാരിക്കാൻ തയ്യാറായോ? തയ്യാറായില്ല. അപ്പൊ ഇവർ പറയുന്നത് മുഴുവൻ, സംസ്ഥാന സർക്കാർ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് നമ്മളൊക്കെ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്ന് എത്തിക്കുകയും. താങ്കൾ നേരത്തെ പറഞ്ഞ സുരേഷ് ഗോപി അവിടെ എന്തിനു വന്നു എന്ന് താങ്കൾ ചോദിച്ചുവല്ലോ, അപ്പോൾ അത് മാറ്റിയോ താങ്കൾ? ഇല്ല, ഞാൻ മാറ്റിയിട്ടില്ല. സുരേഷ് ഗോപി അവിടെ വന്നിട്ടുള്ളത് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ശ്രീ ഉല്ലാസ് ബാബുവിന്റെ വിശദീകരണം തീരെ തൃപ്തികരമല്ല. സുരേഷ് ഗോപി ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയെ പോലെ കേന്ദ്രത്തിൽ അങ്ങേയറ്റം പിടിപാടുള്ള ഒരു കേന്ദ്രമന്ത്രി ഈ സംസ്ഥാനത്ത് വന്ന് സമരം ചെയ്യുന്നവരുടെ ഇടയിലെ അവർക്ക് ഭക്ഷണം കൊടുക്കാനും കൊട കൊടുക്കാനും അല്ല ശ്രമിക്കേണ്ടത്. ഈ ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഒരു കാതം അകലെ, തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്യകലം ദൂരത്തിലെ ഒരു സെക്രട്ടേറിയറ്റ് ഉണ്ട്, അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, അവിടെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയുണ്ട്, അവിടെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയുണ്ട്. ഇവരെ കണ്ടിട്ട് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടുന്ന ഒന്നോ രണ്ടോ നിർദ്ദേശങ്ങളെങ്കിലും മുൻപോട്ട് വെക്കാൻ സുരേഷ് ഗോപിക്ക് ആവാത്തിടത്തോളം കാലം ഇവിടെ ശ്രീ ഉല്ലാസ് ബാബു സുരേഷ് ഗോപിയുടെ നട്ടലിന്റെ ഉറപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ സുരേഷ് ഗോപിക്ക് നട്ടലിന്റെ ഉറപ്പില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഈ ആശമാരുടെ സമരം തീർക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി കാണിക്കുന്നത് ഒരു ഡ്യൂവൽ പേഴ്സണാലിറ്റി ആണെന്ന് ഞാൻ തറപ്പിച്ച് പറയും മഞ്ജുഷ, യാതൊരു സംശയവും. ഞാൻ ഇതിൽ നിന്ന് ഒഴിവാകുവാണ്. എനിക്ക് വേറെ രണ്ട് മിനിറ്റ് കൂടി ഹരിദാസ്, രണ്ട് മിനിറ്റ് കൂടി. അല്ലല്ല ഹരിദാസേ, അങ്ങനെ സുരേഷ് ഗോപിയുടെ നെഞ്ചത്തേക്ക് 2 കോയിലും വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒഴിവാകാന്ന് പറഞ്ഞിട്ട് സൂത്രപ്പണി ചെയ്യില്ല. എസ്കേപ്പിസത്തിന്റെ രാജാവ് ആവല്ല ഹരിദാസേ. നിങ്ങൾ എന്താ പറഞ്ഞത്? സുരേഷ് ഗോപിക്ക് അവിടെ ഉത്തരവാദിത്വമല്ല, സുരേഷ് ഗോപിക്ക് ഡബിൾ ഗെയിം ആണെന്നോ? സുരേഷ് ഗോപി എന്ത് ഡബിൾ ഗെയിമാ കളിച്ചത്? സുരേഷ് ഗോപി ഈ ആശാ അമ്മമാരെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചതോ? സുരേഷ് ഗോപി അവിടെ മഴ പെയ്ത സമയത്ത് സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ പോലീസിന്റെ നേതൃത്വത്തിൽ ആ അമ്മമാർ ഇരുന്നിരുന്ന ടാർപ്പായി അടക്കം പൊളിച്ചു കൊണ്ടുപോയ സമയത്ത് ഒരു മന്ത്രി ഉത്തരവാദിത്തത്തോടു കൂടി അവിടെ ചെന്നതോ? പിന്നീട് സുരേഷ് ഗോപി വീണ്ടും അവരെ കണ്ടതോ? ഈ വിഷയങ്ങൾ DBT ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഡയറക്ട് ബാങ്ക് ട്രാൻസ്ഫറിലൂടെ കേന്ദ്രത്തിന്റെ ഇൻസെന്റീവ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യം കേന്ദ്രത്തിന്റെ ആരോഗ്യമന്ത്രിയുമായിട്ടും കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയുമായിട്ടും കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രിയുമായിട്ട് നിങ്ങളുടെ പ്രശ്നം കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പരിഹാരം ഉണ്ടാക്കാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്താണോ സുരേഷ് ഗോപി ചെയ്ത ഡബിൾ മൈൻഡ് എന്ന് ഹരിദാസ് പറയുന്നത്? ഹരിദാസനാണ് 2 വഞ്ചിയിൽ കാലിടുന്ന സ്വഭാവം. കേരളത്തിലെ സർക്കാരിനെ തലോടുകയും വേണം, ആശമാരുടെ ഒപ്പം നിൽക്കും എന്ന് പറയുന്ന ഇരക്കാത്താപ്പിന്റെ അച്ഛനായി ഹരിദാസ് എന്ന് പറയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകൻ അധപതിച്ചു പോകരുതെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. സുരേഷ് ഗോപിയെ നിങ്ങൾ പൂച്ചിക്കാൻ വരുന്നോ? സുരേഷ് ഗോപി ഒരു കാര്യം ഏറ്റെടുത്തിട്ട് കേന്ദ്രമന്ത്രിയാ, കേന്ദ്രത്തിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തും, കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യും. അതിലൊരു ഭയവുമില്ല. ഹരിദാസിനെ പോലെയുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റും അതിനകത്ത് സുരേഷ് ഗോപിക്ക് ആവശ്യമില്ല എന്ന് ഹരിദാസ് മനസ്സിലാക്കിക്കോ. സുരേഷ് ഗോപി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ആശമാരുടെ പ്രശ്നം എന്താ? ഈ CPM-ന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സർക്കാർ ഇവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പരിപൂർണമായി പാലിക്കുന്നില്ല. എന്നാൽ നിലവിലുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി ഇവർക്ക് കിട്ടുന്നില്ല. പെൻഡിംഗ് ഉണ്ടായിരുന്നു, 3 മാസത്തോളം പെൻഡിംഗ് ഉണ്ടായിരുന്നു. ആ കാര്യത്തിന് വേണ്ടി കേരളത്തിലെ സർക്കാരിനെതിരെ അവർ നടത്തുന്ന സമരത്തിൽ കേന്ദ്രമന്ത്രി ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളും കൃത്യമായി അവർക്ക് പൈസ കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ബോധ്യപ്പെടുത്തുന്നതും ഒക്കെ സുരേഷ് ഗോപിയുടെ ഉത്തരവാദിത്തമാണ്. സുരേഷ് ഗോപിയെ നിറവേറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഭാവിയിൽ ഇൻസെന്റീവിന്റെ വർധനവടക്കം ഇൻസെന്റീവ് ഡയറക്ടർക്ക് കിട്ടേണ്ട പ്രവൃത്തിയടക്കം ഇവരുടെ ഭാവിയിലേക്കുള്ള ഓരോ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഉണ്ടാവും, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഉല്ലാസ് MK ഹരിദാസ് ഇവിടെ സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചൊന്നും ഉല്ലാസ് ഒരു സെക്കൻഡ്, സംസ്ഥാന സർക്കാരിനെ അനുകൂലിച്ചൊന്നും ഹരിദാസ് സംസാരിച്ചിട്ടില്ല. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു വിമർശകൻ കൂടിയാണ് അദ്ദേഹം.
ശ്രീ എം കെ ഹരിദാസ്. ഹരിദാസന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്ക് ഡബിൾ മൈൻഡ് നോക്കിയോ ആണെന്ന് പറഞ്ഞത്. അദ്ദേഹം ഹരിദാസന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപിക്ക് ഡബിൾ മൈൻഡ് ആണെന്ന് പറഞ്ഞത്. അദ്ദേഹം ആവേശം സുരേഷ് അദ്ദേഹം ഗോപിക്ക് ആവേശം കൊണ്ട് ശരി, ശരി. ഉല്ലാസ് നിർത്തൂ. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഈ സമരം അവസാനിപ്പിച്ചിട്ട് വേണം എന്ത് ഈ DBT ഒക്കെ ആവാൻ വേണ്ടിയിട്ട്. ഈ സമരം അവസാനിപ്പിച്ചിട്ട് 32 ദിവസമായിട്ട് ഈ അമ്മമാരെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അത് കൊട കൊടുക്കലും ഇന്നത്തെ പൊങ്കാല ചോറ് കൊടുക്കലുമല്ല സുരേഷ് ഗോപി വേണ്ടത്. സതീശന് 2 മൈൻഡാണെന്ന് ഹരിദാസന് തോന്നിയില്ലല്ലോ. സതീശന് 2 മൈൻഡാണെന്ന് ഹരിദാസന് തോന്നിയില്ലല്ലോ. എനിക്ക് ആ പാവപ്പെട്ടവരുടെ സമരം തീരണം എന്നല്ലാണ്ട് എനിക്ക് ഒരു മൈൻഡുമില്ല. എനിക്ക് ഈ സംസ്ഥാന സർക്കാർ അങ്ങേയറ്റം പുച്ഛമാണ് ഈ സംസ്ഥാന സർക്കാരിനോട്. അത് താങ്കൾക്ക് ഒഴികെ ഹരിദാസ് അല്ല ഈ സമരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹരിദാസ് പറഞ്ഞിട്ടാണ് ഈ സമരം തുടങ്ങിയിരിക്കുന്നത്. ഈ സമരം തീർക്കാൻ സുരേഷ് ഗോപിക്ക് ഡബിൾ മൈൻഡാണെന്ന് മിസ്റ്റർ ഹരിദാസ് മനസ്സിലാക്കുക. സുരേഷ് ഗോപിയുടെ പവർ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ സമരം ഞാൻ 15 ദിവസം മുമ്പ് തീർക്കുമായിരുന്നു. അത് താങ്കൾ മനസ്സിലാക്കുക. അങ്ങനെ അദ്ദേഹം ഇപ്പൊ കാണിക്കുന്ന ഡ്യൂവൽ പേഴ്സണാലിറ്റി ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മഞ്ജുഷ, എനിക്കൊരു ചർച്ചയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടല്ല. പ്ലീസ് ശരി, ഉല്ലാസല്ലല്ലോ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എം കെ ഹരിദാസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് മറ്റൊരു ചാനലിൽ ചർച്ചയുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ശരി ശരി ശരി. ശ്രീ സദാനന്ദൻ, ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപിയുടെ ഇടപെടലും സുരേഷ് ഗോപിയെ കുറിച്ച് 4 ഡയലോഗ് അടിച്ച സൂത്രത്തിൽ അങ്ങ് പോവാ. ശരി ശരി. ശ്രീ സദാനന്ദൻ, സുരേഷ് ഗോപിയുടെ ഇടപെടൽ എത്രമാത്രം നിങ്ങൾക്ക് ഗുണകരമാവുന്നുണ്ട്? നിങ്ങൾക്ക് എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഇക്കാര്യത്തിൽ? ശ്രീ സദാനന്ദൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കം എന്ന രീതിയിൽ ഞങ്ങളതിൽ ഇടപെടുന്നില്ല. കാരണം കേന്ദ്രവും സംസ്ഥാന സർക്കാരും ഒരേപോലെ ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ നടത്താൻ ബാധ്യസ്ഥരായ 2 സർക്കാരുകളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് ശ്രീ സുരേഷ് ഗോപി നമ്മുടെ സമരപന്തൽ സന്ദർശിച്ചു. അദ്ദേഹം ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിലെത്തി അവിടെയും കേന്ദ്രമന്ത്രിയെ കണ്ടു, ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി JP നദ്ദ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ വർദ്ധിപ്പിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം പാർലമെൻറ്റിൽ നടത്തുകയുണ്ടായിരുന്നു. ഞങ്ങളതിനെ വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരം അങ്ങനെ ഒരു കാര്യത്തിന് ഇടയായി എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം കേരളത്തിലെ 26,000-ലേറെ വരുന്ന ആശാവർക്കർമാരുടെ സമരമാണ് ആരംഭിച്ചതെങ്കിലും ഇന്ത്യയിൽ ഒട്ടാകെയുള്ള 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് ഈ ഇൻസെൻറ്റീവിൻ്റെ വർധനവ് വലിയ നേട്ടമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം വർഷങ്ങളായി ഇൻസെൻറ്റീവിൽ വർധനവുണ്ടായിട്ടില്ല. ഏതാണ്ട് തുടങ്ങിയ കാലത്ത് തന്നെയുള്ള ഇൻസെൻറ്റീവിൻ്റെ റേറ്റുകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇത് വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ പലതവണ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതവണ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, പാർലമെൻറ്റ് മാർച്ചുകൾ നടത്തിയിട്ടുണ്ട്, ജോയിൻ്റ് ആക്ഷൻസ് നടത്തിയിട്ടുണ്ട്, എല്ലാം നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരം കേരളത്തിൽ മാത്രമല്ല ദേശീയ ശ്രദ്ധയും അന്തർദേശീയ ശ്രദ്ധയും പിടിച്ചു പറ്റിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ഇങ്ങനെയൊരു പ്രഖ്യാപനം ഉണ്ടായത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് അതിൻ്റെ ഗുണമുണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനോട് കൂടുതൽ ഞങ്ങൾ പ്രതികരിക്കാനായിരിക്കും. എന്തായാലും അത് നല്ലൊരു നീക്കമാണ്. അതേസമയം തന്നെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യണം. അതിൽ സുരേഷ് ഗോപി ഇവിടെ വന്ന് എന്തെങ്കിലും അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇവിടെ വന്നു. എന്തായാലും നമ്മുടെ ആശാ വർക്കേഴ്സിനെ കുറിച്ചിട്ട് ഒരു ട്രേഡ് യൂണിയൻ നേതാവ് നടത്തിയിരിക്കുന്ന പ്രസ്താവന അത് അങ്ങേയറ്റം ഖേദകരമാണ്. വളരെ മോശമായിട്ടുള്ളൊരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. ആ പരാമർശത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ യൂണിയൻ അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇത് പിൻവലിക്കണമെന്നും അതല്ലെങ്കിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകുമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്നത്തെ ദേശാഭിമാനിയിലെ മുഖപ്രസംഗത്തിലും പറയുന്നത് ഈ കേന്ദ്ര സർക്കാർ 638 കോടി രൂപ നൽകാത്തത് ആശാ വർക്കേഴ്സിന് പണം കൊടുക്കുന്നത് തടസ്സമായിട്ടുണ്ട് എന്നാണ്. അതായത് ഈ ദേശീയ ആരോഗ്യ ദൗത്യത്തിനായിട്ടുള്ള NHMലേക്കുള്ള പണം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഈ കോ ബ്രാൻഡിംഗ് വിവാദമൊക്കെ അവിടെ ഉണ്ടായിരുന്നുവല്ലോ. കോ ബ്രാൻഡിംഗ് സംസ്ഥാന സർക്കാർ സമ്മതിക്കാത്തത് കൊണ്ടാണ് കേന്ദ്രം 2023-24 പണം തരാത്തത്. അതിൽ 100 കോടി ആശാ വർക്കേഴ്സിനുള്ള ഇൻസെന്റീവ് ആയിരുന്നു. അതും തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കാരണമായി കാട്ടുന്നത്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ശ്രീ സദാനന്ദൻ? അതെ, അതൊരു സാങ്കേതിക വിഷയം മാത്രമാണ്. അതായത് കോ ബ്രാൻഡിംഗ് സമയത്ത് 2023-24 ഫണ്ട് കിട്ടിയില്ല. കോ ബ്രാൻഡിംഗ് ആദ്യം ഇവർ നിഷേധിക്കുകയും പിന്നീട് അതിന് അനുകൂലമായി നിൽക്കുകയും ചെയ്തെങ്കിലും അതിൻ്റെ സാങ്കേതിക വിഷയങ്ങൾ അവിടെ കിടക്കുന്നു. അത് വേണ്ട വിധം ചെയ്തിട്ടില്ലെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ആ ഫണ്ടാണ് അവിടെ കിടക്കുന്നത്. അതിൽ 100 കോടി ആശാ വർക്കേഴ്സിൻ്റെതായിട്ടുണ്ടെന്ന് പറയുന്നു. അത് അവർ തമ്മിൽ തീർക്കേണ്ടതാണ്. സർക്കാരുകൾ തമ്മിൽ നടത്തേണ്ട അത്ര വലിയ കാര്യങ്ങളല്ല. അത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഒരു കൂട്ടർ കിട്ടിയെന്നും മറ്റൊരു കൂട്ടർ കിട്ടിയില്ല എന്നും പറയുന്നു. അതേസമയം തന്നെ കേന്ദ്രമന്ത്രി പാർലമെൻറ്റിൽ വെച്ചിരിക്കുന്നു ഒന്നും തന്നെ കൊടുക്കാനില്ല. അപ്പോൾ പാർലമെൻറ്റ് പോലുള്ള ഒരു വേദിയിൽ ഇതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നും അതിന് അവകാശ ലംഘന നോട്ടീസ് കൊടുക്കുന്നു ഇവർ പറയുന്നുമുണ്ട്. എന്തു തന്നെയായാലും അത് പരിഹരിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അത് അവർ തമ്മിൽ തീർക്കേണ്ട ഒരു വിഷയമാണ്. അത് രണ്ട് സർക്കാരുകൾ തമ്മിൽ, അതിൻ്റെ ഉദ്യോഗസ്ഥർ തമ്മിൽ ചെയ്തു തീർക്കേണ്ട ഒരു വിഷയമാണ്. അതിനെവിടെയാണ് പശു പറ്റിയിട്ടുള്ളതെന്ന് പരിശോധിക്കണം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. കാരണം അത് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് തമ്മിൽ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം ആര് തരാനുള്ളതെന്നല്ല, തരാനുള്ള കാര്യങ്ങൾ കേന്ദ്രം തരാനുണ്ടെങ്കിൽ അത് പിടിച്ചു വാങ്ങാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. അതേസമയം സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിറവേറ്റിയേ പറ്റുള്ളൂ. എല്ലാ സംസ്ഥാനങ്ങളിലും ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓണറേറിയത്തിൻ്റെ വർധനവാണ്. ഇന്നുള്ള 7,000 രൂപ എന്ന ഇൻസെൻറ്റീവ് 21,000 രൂപയാക്കി മാറ്റണം. അതേപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കണം. ഇത്രയും കാലം ഇപ്പോൾ 62 വയസ്സായിട്ട് നിജപ്പെടുത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അക്കാര്യത്തിൽ 62 വയസ്സായി നിജപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് മരവിപ്പിച്ചു എന്ന് ഇവിടുത്തെ സംസ്ഥാന മന്ത്രി ശ്രീമതി വീണ ജോർജ് ഞങ്ങളോട് പറഞ്ഞതാണ്. മരവിപ്പിച്ചതാണ്, അതുകൊണ്ട് പഴയതാണ് നിലനിൽക്കുക എന്ന്. പക്ഷേ മരവിപ്പിച്ചു എന്ന് ഞങ്ങളോട് പറയുകയും അതേസമയം ഞങ്ങൾ ഓഫീസിലെത്തിയപ്പോൾ മരവിപ്പിച്ചിട്ടില്ല എന്നും പഴയ ഓർഡർ അതേപടി നിലനിൽക്കുകയാണെന്നും 62 വയസ്സ് എന്ന ആ പഴയ ഉത്തരവ് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഉത്തരവാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഒരു കബളിപ്പിക്കലായിരുന്നു. മന്ത്രി വീണ ജോർജിൽ നിന്നും ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല അത്തരം കാര്യങ്ങൾ. എന്തായാലും അത് 62 നിജപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ 62 വയസ്സിൽ പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർ, അവർക്ക് ഒത്തിരി വാർദ്ധക്യകാല പ്രശ്നങ്ങളുണ്ട്. ഈ ജോലി ചെയ്ത് മുട്ടും നട്ടെല്ലും കണ്ണും ഒക്കെ വളരെയധികം പ്രതിസന്ധിയിലും പ്രകാശത്തിലും ഏർപ്പെട്ടിരിക്കുകയാണ്. 62 വയസ്സ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ 5 പൈസ പോലും കിട്ടാതെ അവർ പിരിഞ്ഞു പോകണമെന്നാണ് ഈ ഗവൺമെൻറ് പറയുന്നത്. അത് പാടില്ല. അവർക്ക് ഏറ്റവും ചുരുങ്ങിയത് മിനിമം പൈസയാണ് ഞങ്ങൾ ചോദിക്കുക, 5 ലക്ഷം രൂപ. ബംഗാൾ ഗവൺമെൻറ് അത് കൊടുക്കുന്നുണ്ട്. 2020 മുതൽ അവർ കൊടുക്കുകയാണ്. അത് വർദ്ധിപ്പിച്ചിപ്പോൾ 5 ലക്ഷം രൂപയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ 5 ലക്ഷം രൂപ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ബംഗാൾ ഗവൺമെൻറ് അത് കൊടുക്കുന്നതിൻ്റെ അർത്ഥം. ഹരിയാന ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാന സർക്കാരുകൾക്ക് പിരിഞ്ഞു പോകുന്ന ആശമാർക്ക് ഒരു തുക കൊടുക്കാൻ, അത് എല്ലാ വർഷവും അത്ര വലിയ എണ്ണൊന്നും വരുന്നില്ല, ഒരു ചെറിയ എണ്ണമാണ് വരുന്നത്. അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാരാണെന്നാണല്ലോ പറയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർക്ക് 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന ഈ ആവശ്യം നിറവേറ്റാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. അതവർ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ അവർക്കൊരു പെൻഷൻസ് ഏർപ്പെടുത്തേണ്ടതാണ്. ഇത്തരം 3 കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നാണ്. ശരി ശ്രീ സദാനന്ദൻ, ഇപ്പോൾ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ അദ്ദേഹത്തിന്റെ ചില സാങ്കേതിക പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, 32 ദിവസമായി സംസ്ഥാന സർക്കാർ പറയുന്ന ഓരോ ന്യായവും, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രി പറയുന്ന ഓരോ ന്യായവും തെറ്റാണെന്ന് തെളിയുകയാണ്. ഈ സമരം കൊണ്ടുണ്ടായ പ്രയോജനം എന്ന് പറയുന്നത് ഇൻസെന്റീവ് കൂട്ടണം എന്നുള്ള ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനിയും അതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകും. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരയവും ഇക്കാര്യത്തിൽ വരുത്തുന്നില്ല എന്നാണ് ഓണറേറിയത്തിന്റെ കാര്യത്തിൽ. ഇൻസെന്റീവ് കേന്ദ്രം തരാത്തത് കൊണ്ട് നൽകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ വാദം അതും കള്ളമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എന്തിനാണ് ഈ പിടിവാശി? ആരോടാണ് ഈ പിടിവാശി?
ഈ NRHM എന്ന് പറയുന്ന സ്കീം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്കീമാണ്. അതിനനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആദ്യമായിട്ട് അവർക്ക് ഇൻസെന്റീവ് പ്രഖ്യാപിച്ചു ഡൽഹിയിലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഗോവ ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് വർക്ക് ചെയ്യും. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഇവർക്ക് ഓണററി കൂട്ടിക്കൊടുക്കുന്നതിനൊന്നും ഞങ്ങളാരും എതിരൊന്നുമല്ല. പക്ഷേ ഇവര് ചർച്ചയിലൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് 230 രൂപ കിട്ടുന്നു, 230 രൂപ കിട്ടുന്നു. അത് ഒരു കളവായ കാര്യമാണ്. കാര്യം 7000 രൂപ ഓണററിയുമാണ്. അത് കൂടാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കൊടുക്കുന്ന ഇൻസെന്റീവ് ചേർത്ത് പലർക്കും 13,000 രൂപ വരെ കിട്ടുന്നവരുണ്ട്. ചിലർക്ക് അതിൽ കുറവാണ്, അത് അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ എല്ലാവർക്കും 7000 രൂപ വരെ കിട്ടുന്നത്. അത് ഓണററി മാത്രമാണ് ഈ പറയുന്നത്. ഇൻസെന്റീവ് അതിൽ വരുന്നില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഇൻസെന്റീവ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്. പിന്നീട് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞത്, ഇവിടെ ഗവൺമെന്റ് കള്ളം പറയുന്നു പറഞ്ഞു. ഇതിനകത്ത് 686 കോടി രൂപയുടെ കണക്ക് ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ പുറത്തുവിട്ടതിനകത്ത് നല്ലൊരു തുക NRHുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ, താലൂക്ക് ആശുപത്രി, പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ആശുപത്രി, ഇവിടെയൊക്കെ ഡെയിലി വേജസിലോ അല്ലെങ്കിൽ മാസത്തിൽ ഓണററി കൊടുത്തോ ഡോക്ടർമാരും നഴ്സുമാരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പൈസ കൊടുക്കാത്തതിന് കാരണമായിട്ട് പറയുന്നത്, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു വരാം. 2016 മുതൽ ഇതുവരെ ഈ ഗവൺമെന്റ് 5,44,000 വീടുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാമപ്രദേശത്ത് കൊടുക്കുന്ന വീടിന് കേന്ദ്രം തരുന്ന 72,000 രൂപ, 3 ലക്ഷം രൂപ ഈ ഗവൺമെന്റ് കൊടുക്കുന്നു. അത് സിറ്റി ഏരിയയിലാണെങ്കിൽ തരുന്നത് 1.5 ലക്ഷം രൂപ. അവിടെ അവർ പറയുന്നത് എന്താ, PM ആവാസ് യോജന എന്ന് ബോർഡ് വെക്കണം. അതാണ് അവിടുത്തെ കോബ്രാൻഡ്. ഇതുവരെ അവർ കൊടുത്തിട്ടുള്ളത് 1,17,000 വീടിന് മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇത് കോബ്രാൻഡിംഗ് ആണ്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, താങ്കൾക്ക് അറിയാമല്ലോ, സംസ്ഥാന സർക്കാരിന്റേത് എടുത്ത് കളഞ്ഞിട്ട് കേന്ദ്രത്തിന്റെ ബോർഡ് മാത്രം വെക്കുക എന്ന് പറയുന്നില്ല. ഇവിടെ കോബ്രാൻഡിംഗ് ആണ്. സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും ലോഗോ ഉപയോഗിക്കാം. അല്ലല്ല, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്നുകൂടി ചേർത്താൽ എന്താണ് അതിനകത്ത് കുഴപ്പമുള്ളത്? രണ്ടുപേരുടെയും ഫണ്ടാണല്ലോ, ഇതൊരു ഫെഡറൽ സംവിധാനമാണല്ലോ. കേന്ദ്രത്തിന്റെ വെക്കാൻ പറ്റില്ല, ഞങ്ങളുടേത് മാത്രമായി വെക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് വീമ്പ് പറഞ്ഞതാണ് ഈ പ്രശ്നമായത്. ആ പിടിവാശിയാണ് ഈ പ്രശ്നമായി 638 കോടി അവിടെ തടയപ്പെട്ടത്. അതും വേണമെങ്കിൽ റിലീസ് ചെയ്യിപ്പിച്ചെടുക്കാം. മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതാണല്ലോ, അവിടെ ഉന്നയിക്കാമായിരുന്നുവല്ലോ. ഈ പിടിവാശിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമായത്. ഇൻസെന്റീവിന്റെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ, ഇൻസെന്റീവിന്റെ കാര്യത്തിൽ മാത്രമാണിത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ മറ്റേഷേ, അതായത് 5,44,000 വീട് വെച്ചപ്പോൾ അവര് തന്നത് 1,70,000 വീടിന് മാത്രമാണ് ഫണ്ട് തന്നത്. പിന്നെ സ്കൂൾ കെട്ടിടം, സ്കൂളിന്റെ ഇപ്പോൾ പറഞ്ഞല്ലോ PM ശിക്ഷാ പദ്ധതി നോക്കണമെന്ന് പറഞ്ഞു. അവിടെ എന്താ തരുന്നറിയോ, 1 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു സ്കൂളിന്, ഗവൺമെന്റ് സ്കൂളിന് അനുവദിക്കുന്നത്. 10-20 സ്റ്റാഫ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ തുച്ഛമായ ഒരു തുക തന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രൈം മിനിസ്റ്ററുടെ പേര് വെച്ചതെല്ലാം വെക്കണം എന്നുള്ളതിന് ഞങ്ങൾ മാത്രമല്ല, തമിഴ്നാട് ഈ പദ്ധതിയിൽ ചേർന്നിട്ടില്ല. തമിഴ്നാട് ഈ പേര് വെക്കാൻ തമിഴ്നാടല്ല, കേരളത്തെക്കാൾ വലിയ 39 MP കേരളത്തിന്റെ ഇരട്ടി ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് കേന്ദ്രം. തമിഴ്നാട് അതിന് വില്ലിക്കല്ല. ഇവിടെയും ഈ കോബ്രാൻഡിങ്ങിന്റെ കാര്യം, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഇവിടെ ഈ NHMന്റെ കാര്യത്തിൽ ഈ കോബ്രാൻഡിങ്ങിന് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അത് ആർക്കാണ് ദോഷമായി വരുന്നത്? കേരളത്തിലെ ജനങ്ങൾക്കാണ്. അവിടെ 100 കോടിയുടെ പ്രശ്നം ആർക്കാണ് ഉണ്ടായത്? ആശാ വർക്കേഴ്സിനാണ്. അത് ആരുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ടാണ് അവസാനം സമ്മതിക്കേണ്ടി വന്നുവല്ലോ. സംസ്ഥാന സർക്കാർ സമ്മതിച്ചു. അതാണല്ലോ പറയുന്നത്, വിനിയോഗ സർട്ടിഫിക്കറ്റ്, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി. അത് എന്നാണ് കൊടുത്തത്? അതുകൂടി അവർ വ്യക്തമാക്കണം. ഇത് 2024 ജൂണിലാണ് സമ്മതിച്ചത്, ഞങ്ങൾ കോബ്രാൻഡിങ്ങിന് തയ്യാറാണ് എന്ന്. അപ്പോഴേക്കും 2023-24 സാമ്പത്തിക വർഷം കഴിഞ്ഞു പോയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് പണ്ടും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുകയും സംസ്ഥാനങ്ങളിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ കേന്ദ്ര ഗവൺമെന്റ് ഭൂരിപക്ഷം ഫണ്ട് തരുന്ന ചില പ്രോജക്റ്റിന് മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്രാൻഡിംഗ് ആയിട്ടുള്ള പേരുകൾ വെക്കുന്നത്. ഇത് 4-ലൊന്നോ 5-ലൊന്നോ പൈസ തന്നിട്ട് ഞങ്ങളുടെ പേര് വെക്കണം. ഒരു സ്കൂളിൽ ആകെ 1 കോടി രൂപ തന്നിട്ട് സ്കൂളിന്റെ ഞാൻ ആരോഗ്യ രംഗത്തെയാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് വെക്കുന്നത് കൊണ്ട് എന്ത് കുഴപ്പമാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് മൊത്തത്തിൽ ഇത്രയും കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിക്കുന്നു. പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ പറയുന്നില്ല, മുഖ്യമന്ത്രിയുള്ള ചർച്ചയിൽ ഗവർണറും പങ്കെടുത്ത ചർച്ചയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന്. ഒരു കാര്യം എന്റെ പുറത്തു വിട്ടിട്ടില്ല. നമ്മുടെ അഭിമാനം എന്ന് കൊട്ടിഘോഷിച്ച, നിങ്ങൾ തന്നെ കൊട്ടിഘോഷിച്ച ആശമാർ തെരുവിൽ
പൊരിവെയിലത്ത് സമരം ചെയ്യുന്ന സമയത്ത് ഈ വിഷയം കേന്ദ്രത്തിന് മുന്നിൽ ഞങ്ങൾ ഇതാ ഉന്നയിച്ചിരിക്കുന്നു എന്ന് പറയുവാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. ഉന്നയിച്ചെങ്കിൽ ഉന്നയിച്ചു എന്ന് പറയണം. അല്ലോ ആരാ ഇത് പറഞ്ഞില്ലെന്ന് മുഖ്യമന്ത്രി ചർച്ച ചെയ്തതിനകത്ത് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അത് കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടില്ല എന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവുമായിട്ട് അടുത്ത ആഴ്ച സംസാരിക്കുന്നുണ്ട്, തീർക്കാമെന്ന് പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് കൊടുത്തല്ലോ. പ്രതിപക്ഷമായിട്ട് സംസാരിക്കാം. പിന്നെ സുരേഷ് ഗോപിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. സുരേഷ് ഗോപി ചെയ്തെന്താ? മുമ്പേ എം കെ ഹരിദാസ് പറഞ്ഞതുപോലെ അവിടെ ചെന്നു, അവർക്ക് കുട കൊടുത്തു, ആഹാരം കൊടുത്തു. ഇതൊക്കെയാണോ? അത് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം വളരെ ശക്തമായിട്ട് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലും ആരോഗ്യ മന്ത്രാലയത്തിലും ബന്ധപ്പെട്ട് ഇതിനു വേണ്ട നടപടികൾ ഉടനെ സ്വീകരിക്കാം. അങ്ങനെ ഒരു നടപടി ചെയ്തിട്ടില്ല. ഒരു കേന്ദ്രം താങ്കൾക്കും അറിയാവുന്നതാണ്. ഓണറേറിയം തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അല്ല, ഓണറേറിയം സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണററി കൊടുക്കുന്ന സിക്കിമും ആന്ധ്രാപ്രദേശും കേരളവുമാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ UP-യിലൊന്നും ഇത്ര ഇടതുപക്ഷ സംഘടനകളുടെ നിലപാട് എന്താണ്? ഇടതുപക്ഷ സംഘടനകളുടെ രാജ്യവ്യാപകമായ നിലപാട് എന്താണ്? ഓണറേറിയം 21,000 രൂപയാക്കണം എന്നുള്ളതാണ്. അത് കേന്ദ്രമാക്കണം എന്നുള്ളതല്ല, അതാത് സർക്കാരുകളാക്കണമെന്നാണ്. ഹരിയാനയിൽ എത്രയോ ദിവസം ഇതിന്റെ പേരിൽ സമരം നടന്നു. ആന്ധ്രയിൽ നിങ്ങൾ സമരം നടത്തുന്നു. ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ട്? തെലങ്കാനയിൽ നിങ്ങൾ ആ ഒരു നിലപാടിൽ സമരം നടത്തുന്നു ഇടതുപക്ഷ സംഘടനകൾ. അപ്പോൾ ഓണറേറിയം കൊടുക്കുന്നതിൽ ഇന്ത്യയിൽ മൂന്നാമത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആന്ധ്രാപ്രദേശ് 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ജീവിത ചെലവ് അറിയാവുന്നതാണല്ലോ. ഇവിടുത്തെ ജീവിത ചെലവ് അറിയാവുന്നതാണല്ലോ. ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ 7,000 രൂപയ്ക്ക്? അല്ല, ഒരു കാര്യമുണ്ട് മഞ്ചേഷ്, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ആരും സംസാരിക്കരുത്. കാരണം ഇതിനെ ഒരു സാമൂഹ്യ സേവന സംഘടനയായിട്ടാണ് ഇത് തുടങ്ങിയത്. ഓണറേറിയം എന്ന് പറഞ്ഞാൽ ശമ്പളമല്ല, പാരിതോഷികം. അതൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു സമരം കൊണ്ട് ചില പ്രയോജനങ്ങൾ ഉണ്ടായി. അല്ല, ഈ സമരം കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. 32 ദിവസത്തെ ഈ സമരം തീർന്നിട്ടില്ല, ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതുകൊണ്ടുണ്ടായ പ്രയോജനം സംസ്ഥാന സർക്കാരിന്റെ മേനി നടിക്കൽ ഇല്ലാതായി. ഞങ്ങളാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം ആശാ വർക്കേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ള കാര്യം പൊളിഞ്ഞടുങ്ങി. പിന്നെയുള്ളത് ഞങ്ങളാണ് ഈ ആശാ വർക്കേഴ്സിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, കേന്ദ്രം ഒരു പൈസയും തരുന്നില്ല എന്ന കാര്യം, അത് പൊളിഞ്ഞടങ്ങി. ഈ ഇൻസെൻറ്റീവ് എന്ന രീതിയിൽ 3,600 രൂപ കേന്ദ്രം നൽകുന്നു എന്നുള്ള കാര്യം വെളിയിൽ വന്നത് ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഈ കോ ബ്രാൻഡിംഗ് ഇഷ്യൂവിൽ വെറുതെ പിടിവാശി കാണിച്ചു സംസ്ഥാന സർക്കാർ. അങ്ങനെ 638 കോടി രൂപ ആരോഗ്യ മേഖലയിൽ നഷ്ടമാക്കി എന്നുള്ള കാര്യം വെളിയിൽ വന്നു. ഇതെല്ലാം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളതാണ്. ഇതാണ് ഈ സമരം കൊണ്ട് ഇതുവരെ ഉണ്ടായിരിക്കുന്ന വിജയം. ശ്രീ ഉല്ലാസ് ബാബു, ബൽദേവിനുള്ള മറുപടി. അല്ല, ബൽദേവ് എന്താണ് പറഞ്ഞത്? സുരേഷ് ഗോപി കേന്ദ്രത്തിൽ പോയിട്ട് പൈസ കൊടുക്കാൻ പറയുന്നില്ലെന്ന്. ഓൾറെഡി ഒരു തവണ സംസ്ഥാനത്തിന് 100% കൊടുത്ത പൈസ ഒന്നുകൂടി കൊടുക്കാൻ സുരേഷ് ഗോപി പറയണമെന്നാണോ ബൽദേവ് പറയുന്നത്? ബൽദേവിനോട് വളരെ കൃത്യമായിട്ട് ബഹുമാന പുരസ്സരം പറഞ്ഞോട്ടെ. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട് സാർ. കേരള സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിട്ടുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തമുള്ള മുദ്രാവാക്യം, അത് നിങ്ങൾ ഭരിക്കുന്ന ഏക സംസ്ഥാനമായ കേരളത്തിൽ നടപ്പിലാക്കാനുള്ള പ്രാപ്തി കാണിക്കാനാണ് ആശാമ്മമാർ പറയുന്നത്. അവരെ പോലെയുള്ള ആളുകളെ തെരുവിലേക്ക് ഇത്ര ദിവസം കെടുത്തിയിട്ട് എവിടെയാണ് സാർ നിങ്ങൾ? സുരേഷ് ഗോപി എന്ന് പറയണ്ടല്ലോ. നിങ്ങളുടെ വീണ ജോർജിന് എന്താ അമ്മമാരും കൊണ്ടു വന്നേ, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കണം. ഇപ്പൊ ഞങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, കേന്ദ്രം തന്നിട്ടുണ്ട്, അത് ഞങ്ങൾ തരുന്നു, അർജന്റായിട്ട് അത് പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ അമ്മമാരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ എന്താ വീണ ജോർജിന് സാധിക്കാത്ത? എന്താ ബാക്കി എല്ലാ വിഷയത്തിലും ഇടപെടുന്ന പിണറായി വിജയൻ അത് സാധിക്കാത്ത? എന്താ ബാലഗോപാലിന് അത് സാധിക്കാത്ത? അപ്പൊ നിങ്ങളുടെ കേരളത്തിലെ മന്ത്രിമാർക്ക്, CPM-ന്, എന്താ നിങ്ങളുടെ CIT-കാർക്ക് ഇവര് പാട്ടക്കുലുക്കികളാണെന്ന് പറയാനുള്ള നേരം ഉണ്ടായില്ലേ? നിങ്ങളുടെ CIT-കാർക്ക് ഈ അമ്മമാരെ കുറിച്ച് അനാവശ്യം പറയാനുള്ള നേരമുണ്ടായില്ലേ? അവിടെയാണ് ബൽദേവ് പറയുന്നത് സുരേഷ് ഗോപി ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്രത്തിനോട് പറയേണ്ടത് ഇൻസെന്റീവ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ്. അത് സുരേഷ് ഗോപി കൃത്യമായി പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നടപടികൾ അധികം വൈകാതെ ഉണ്ടാകും. സുരേഷ് ഗോപി ചെയ്യാമെന്നും അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതും ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് ആശാമ്മമാരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് വഴിമാറ്റി ചെലവഴിക്കാനും നിങ്ങൾക്ക് വഴിമാറ്റി നിങ്ങളുടെ ഇഷ്ടാനുസരണം നടപ്പിലാക്കാനും സാധിക്കാത്ത രീതിയിൽ അമ്മമാർക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം എത്തിക്കുക, ആ പ്രവൃത്തിയും സുരേഷ് ഗോപി കൃത്യമായി ചെയ്യും. പിന്നെ കേന്ദ്രം കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ സുരേഷ് ഗോപി ഇടപെടും. കേന്ദ്രം കൊടുക്കാനില്ല സാർ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലായിരുന്നു പഴയ കാശ് കിട്ടാത്തത്? നിങ്ങളുടെ ധിക്കാരം കൊണ്ടല്ലേ?
നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ അറിവുറവുണ്ടല്ലേ, നിങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ ഞങ്ങൾ വലിയ സംഭവമാണെന്നുള്ള തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലല്ലേ നിങ്ങൾ വലിയ പാർട്ടി പേജികളിൽ നിങ്ങൾ തగ్గടിച്ചതുകൊണ്ടല്ലേ. എന്തടിസ്ഥാനം എന്തുണ്ടായ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് മുട്ടുമടക്കി എഴുതി കൊടുത്തില്ലേ, ആവാം ആവാം ആവാം. ഇത് 1 കൊല്ലം മുന്നേ കൃത്യമായിട്ട് ചെയ്യൂ 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 എന്ന് കേന്ദ്രം പറഞ്ഞപ്പോ വലിയ വീരം കാണിച്ചു നിന്നില്ലേ. ഇത് പാർട്ടി ഓഫീസിലെ കാര്യമില്ല സാർ. നിങ്ങൾ അധികാരത്തിൽ വന്ന് സർക്കാർ രൂപീകരിച്ച് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിന്റെ ബാധ്യത കൃത്യമായി പൊതുസമൂഹത്തിനകത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് നടപ്പിലാക്കണം. ഈ സമൂഹത്തിന് വേണ്ട പൈസ സർക്കാരിലൂടെ, ഫെഡറൽ സിസ്റ്റം ആണല്ലോ, ആ സർക്കാരിലൂടെ ജനാധിപത്യം 40 നാഴികയ്ക്ക് 40 വട്ടം പറയുന്നതാണല്ലോ. സ്വാഭാവികമായിട്ട് കേന്ദ്രവും സംസ്ഥാനവും ഇത്യാദി കാര്യങ്ങളൊക്കെ ഒരു രീതിയിൽ പോകണം. അങ്ങനെ പോകേണ്ട സമയത്ത് കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ട സർക്കാർ അത് പാലിക്കപ്പെടാതെ കേന്ദ്രത്തിനോട് കൊഞ്ഞനം കുത്താൻ പോയിട്ട് വല്ല കാര്യമുണ്ട്? അവസാനം കയ്യും കൂട്ടി അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? സ്വാഭാവികമായിട്ട് കേന്ദ്രം കൃത്യമായി പറഞ്ഞല്ലേ, ആ പറഞ്ഞത് കേൾക്കാതെ ആ കാശങ്ങടെ ലാപ്സാക്കി അത് കേന്ദ്രത്തിന്റെ നെഞ്ചത്തിട്ട് പഴിക്കാൻ നിങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ലായ്മയല്ലേ കേരളത്തിലെ CPM എന്ന് പറയപ്പെടുന്ന മന്ത്രിമാർക്കുള്ളത്? ഒരു നാണവുമില്ലാതെ നുണ പറയല്ലേ നിങ്ങൾ കേന്ദ്രം തരാനുണ്ടെന്ന് പറഞ്ഞ് പൊളിഞ്ഞടങ്ങിയില്ലേ? ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ഈ ആശാ അമ്മമാര് തെരുവിൽ ഇത്ര ദിവസം കിടന്നിട്ട് ഒന്ന് തീർക്കാൻ പ്രാപ്തിയില്ലാത്തവന്മാരല്ലേ നിങ്ങളുടെ 10-21 പേരടങ്ങുന്ന ക്യാബിനറ്റ് എന്ന് പറയപ്പെടുന്നത്? നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പൊതുസമൂഹത്തിനോടുള്ളത്? ഞങ്ങൾക്കൊരു കാര്യമേ മഞ്ജുഷ ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ആശാ അമ്മമാരുടെ സമരം നീതിപൂർവമായിട്ട് ശരി, അഡ്വക്കേറ്റ് ബൽദേവ്, എന്തെങ്കിലും മറുപടി ഉണ്ടോ ഇക്കാര്യത്തിൽ? എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഈ സമരം തീർക്കുവാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുമില്ലല്ലോ. ഇടപെടുകയും ചെയ്യും. ശരി, ബൽദേവ് മറുപടി. ഗവൺമെന്റ് ശക്തമായി തന്നെ ഈ സമരം നേർക്കണമെന്ന നിലപാടിലാണ്. കാരണം ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി ഉടനെ അതിന് പരിഹാരമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരളത്തിലെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ഗവർണറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ പുറത്താരൊക്കെ പറയുന്നു മുഖ്യമന്ത്രി ഒന്നും സംസാരിച്ചില്ല. ഇത് എന്തിന്റെങ്കിലും അടിസ്ഥാനത്തിലാണോ? വെറുതെ പത്രക്കാർ കുറെ മാധ്യമങ്ങൾ പറയുന്നു മുഖ്യമന്ത്രി സംസാരിച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രി കേരളത്തിലെ കൂട്ടത്തിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയും വേഗം തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശരി, നന്ദി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറ. എന്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്? കിട്ടിയ കാശ് വീണ്ടും കിട്ടണമെന്നാണോ പറഞ്ഞിട്ടുള്ളത്? അല്ലല്ല, ഇൻസെന്റീവ് കഴിഞ്ഞ 3 വർഷമായിട്ട് കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടില്ല. ഗവൺമെന്റ് കടം ചോദിക്കാനല്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കൊണ്ട് ബാക്കി മന്ത്രിമാരെ കൊണ്ട് കടം ചോദിക്കാനല്ലാതെ പ്രതീക്ഷിക്കാം. പക്ഷേ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് പൂർണ്ണമായിട്ടും ഉത്തരവാദി. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആശാ സമരം ഉത്തരവാദി സംസ്ഥാന സർക്കാരോ? സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദി എന്ന് 85% പ്രേക്ഷകർ. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.